ADGP MR അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം കടുപ്പിച്ച് CPIയും LJDയും നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി വിവാദം തണുപ്പിക്കാനാണ് സർക്കാർ നീക്കം. അജിത് കുമാറിനെതിരായ DGPയുടെ അന്വേഷണ റിപ്പോർട്ടും ഉടൻ വരും. വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഈ അജിത് കുമാറിനെതിരെ എന്ത് നടപടി എന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അന്വേഷണം നടത്താൻ DGP അന്വേഷണം നടത്തുന്നുമുണ്ട്, പ്രത്യേക സംഘം അന്വേഷിക്കുന്നുമുണ്ട്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രം നടപടി എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയല്ലേ? CPIയുടെയൊക്കെ കടമ്പിടുത്തം ഏതെങ്കിലും തരത്തിൽ ഈ നിലപാട് മാറാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ടോ? ഇടതുമുന്നണിയിൽ തന്നെ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴിവെച്ചാണ് അജിത് കുമാറിന്റെ ഇപ്പോഴത്തെ സ്ഥാനം, അല്ലെങ്കിൽ അദ്ദേഹം ADGP സ്ഥാനത്ത് തുടരുന്നത്, അങ്ങനെ ഒരു സ്ഥിതി കൊണ്ടുപോകുന്നത്. കാരണം ഈ തർക്കങ്ങൾ അതിരൂക്ഷമാവുകയാണ്. മാത്രമല്ല, ഇടതുമുന്നണിയെ ആകെ പിടിച്ചുലയ്ക്കുന്ന നിലയിലേക്ക് മലബാറിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് മലപ്പുറത്ത് PV അൻവറിന്റെ പൊതുസമ്മേളനം, ആദ്യ സമ്മേളനമായിരുന്നു. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇത് സുഖകരമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച് പലപ്പോഴായി സ്വതന്ത്രന്മാരെ ഇറക്കിയുള്ള ഒരു രാഷ്ട്രീയ നേട്ടം മലബാറിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവർ നേടിയിരുന്നു. അതിനെല്ലാം തിരിച്ചടിയാവുന്ന തരത്തിലേക്ക് ഒരു ADGPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോവുകയാണ്. അപ്പോഴും മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം. അദ്ദേഹം MR അജിത് കുമാറിനെ മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല. അന്വേഷണം 4 കേസുകൾ, പ്രധാനപ്പെട്ട 4 കേസുകളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ 4 കേസുകളുമായി ബന്ധപ്പെട്ടും MR അജിത് കുമാറിനെ ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ അവധിയിൽ പ്രവേശിപ്പിക്കുന്നതിനോ പോലും ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയോ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. PV അൻവറിന്റെ എതിർപ്പ് മാത്രമല്ല, ഇതിൽ CPIയുടെ എതിർപ്പുണ്ട്, RJDയുടെ എതിർപ്പുണ്ട്, NCPയുടെ എതിർപ്പുണ്ട്. അങ്ങനെ ഘടകകക്ഷികൾ പരസ്യമായി തന്നെ ADGPയെ തള്ളിപ്പറഞ്ഞിട്ടും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ്. മാത്രമല്ല, DGPയുടെ ഇതുവരെയുള്ള നിലപാടുകൾ അത് ADGPക്ക് അനുകൂലമല്ല. അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടുകളിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം പരിശോധിക്കുമ്പോൾ ADGPയുടെ പല കാര്യങ്ങളും, ADGPയുടെ പല ചെയ്തികളും ശരിയല്ലായിരുന്നു എന്ന നിലയ്ക്ക് തന്നെയാണ്. തൃശൂർ പൂരം അലങ്കോലമായ സംഭവം, ആ സമയത്ത് ADGPയുടെ സാന്നിധ്യം, ADGPയുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച അന്വേഷണം, ഇതൊന്നും എങ്ങും എത്തുന്നില്ല എന്ന നിലയ്ക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസവും അൻവറിന്റെ ആരോപണം ഉണ്ടായത്. അതായത് നമ്മളിവിടെ കാണേണ്ടത് അടുത്ത മാസം 3 ADGPയുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് DGP നൽകാനുള്ള അവസാന ദിവസമാണ്. 1 മാസ കാലാവധി പൂർത്തിയാവുകയാണ്. പക്ഷേ ഈ 1 മാസവും അജിത് കുമാർ ADGP ലോ ആൻഡ് ഓർഡർ കസേരയിൽ തുടരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഇടതുമുന്നണിയെ പിടിച്ചു കുലുക്കുന്നു, അല്ലെങ്കിൽ ഒരു ADGPയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ തന്നെ വലിയ തലവേദനയാകുന്ന ഒരു സംഭവമായിട്ട് കൂടി MR അജിത് കുമാർ സംരക്ഷിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയും PV അൻവർ ഉന്നയിച്ചത് ഈ അമിതമായി സ്വത്ത് സമ്പാദിച്ചു, അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനം, ഇത് പരിശോധിക്കുന്നതിന് പോലും തയ്യാറാകുന്നില്ല. 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ഫ്ളാറ്റ് 66 ലക്ഷം രൂപയ്ക്ക് 10 ദിവസത്തിനുള്ളിൽ മറച്ചു വെച്ചിട്ട് പോലും അതേക്കുറിച്ച് പോലും കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നില്ല. എന്തിന് ഈ സംരക്ഷണം നൽകുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് കാണേണ്ടത്. കാരണം ഇടതുമുന്നണിയിൽ ഇത്രയധികം കലാപം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു. ഏതായിരുന്നാലും ഇനി എത്ര നാൾ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. MR അജിത് കുമാറിനെ എതിരെയുള്ള അന്വേഷണങ്ങൾ അത് എവിടെയെങ്കിലും എത്തുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. കാരണം വിജിലൻസ് അന്വേഷണത്തിൽ കാലാവധി കൊടുത്തിരിക്കുന്നത് 6 മാസമാണ്. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ടത്. വിജിലൻസ് അന്വേഷണത്തിൽ നൽകിയിരിക്കുന്ന കാലാവധി ആകട്ടെ 6 മാസം വരെയാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങളിൽ പ്രതീക്ഷയില്ല എന്ന് PV അൻവർ പറയുന്നു. അദ്ദേഹം ഇടതുമുന്നണിക്ക് പുറത്തേക്ക് പോകുന്നു, CPI ഇടഞ്ഞു നിൽക്കുന്നു, മറ്റ് കക്ഷികളെല്ലാം ഇടഞ്ഞു നിൽക്കുമ്പോഴും MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിലാണ്. പക്ഷേ അത് എത്ര നാൾ അങ്ങനെ മുഖ്യമന്ത്രിക്ക് സംരക്ഷിച്ചു നിർത്താൻ കഴിയും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. MR അജിത് കുമാറിനെ എത്ര നാൾ മുഖ്യമന്ത്രിക്ക് സംരക്ഷിക്കാൻ സാധിക്കുമെന്ന ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നു വരുന്ന പശ്ചാത്തലം പല മുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന പശ്ചാത്തലം. എന്തായാലും സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി വഴങ്ങുമോ ഇല്ലയോ എന്നുള്ളത് ഒരുപക്ഷെ ഇന്നറിയാം, അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി നമുക്ക് ആ ഒരു കാര്യത്തിൽ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. എന്തായാലും രഞ്ജിത്ത്